നിങ്ങൾ പഴങ്ങൾ ഇതുവരെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടാവില്ല. ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ അല്പം എണ്ണ പുരട്ടണം. ചക്കയുടെ നടുവിലൂടെ പകുതിയായി മുറിക്കുക. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം നടുവിലെ വെള്ളഭാഗം നീക്കം ചെയ്യുക. ഇതാണ് ചക്കയിലെ ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന ഭാഗം. ചക്കച്ചുളകൾ ഒരു പാത്രത്തിൽ വെച്ച് അല്പം അമർത്തുക. എളുപ്പത്തിൽ ചക്കച്ചുളകൾ വേർതിരിച്ചെടുക്കാം. തണ്ണിമത്തൻ പകുതിയായി മുറിച്ച ശേഷം ഒരു കഷ്ണം വട്ടത്തിൽ മുറിച്ച് ഒരു പാത്രത്തിൽ വയ്ക്കുക. ശേഷം അതിൽ ചെറിയ ചതുരക്കട്ടകളുടെ രൂപത്തിൽ വരകൾ വരയ്ക്കുക. അവസാനമായി പുറംതോടിന്റെ അരികിലൂടെ ഒരു വട്ടം കൂടി വരയ്ക്കുക. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് കഷ്ണങ്ങളായി എടുക്കാൻ വളരെ എളുപ്പമാണ്. മാതളനാരങ്ങയുടെ മുകൾ ഭാഗത്ത് ഒരു ചതുരാകൃതിയിൽ മുറിക്കുക. അതിന്റെ മുകൾ ഭാഗം അടർത്തി മാറ്റുക. ശേഷം നാരുകളിലൂടെ താഴേക്ക് മുറിക്കുക. ഓരോ പാളിയും അടർത്തി മാറ്റുക. നാരുകൾ നീക്കം ചെയ്യുക. മാതളനാരങ്ങ ഒരു പാത്രത്തിൽ കമിഴ്ത്തിവെച്ച് ശക്തിയായി തട്ടുക. വീഴാത്ത കഷ്ണങ്ങൾ വീണ്ടും എടുത്തു തട്ടുക. ഇതോടെ മുഴുവൻ മാതളനാരങ്ങ കഷ്ണങ്ങളും വേർതിരിയും. ഇങ്ങനെ മുറിച്ച മാങ്ങ കഴിക്കാൻ വളരെ രുചികരവും തൃപ്തികരവുമാണ്. ആദ്യം മാങ്ങയുടെ രണ്ടറ്റവും മുറിച്ചു മാറ്റുക. ശേഷം തൊലി അനായാസം ചെത്തിമാറ്റുക. മാങ്ങയുടെ മാംസത്തിൽ വട്ടത്തിൽ 3 തവണ മുറിക്കുക. ശേഷം ലംബമായി 2 തവണ മുറിക്കുക. അണ്ടിക്ക് ചേർത്ത് വെച്ച് മുറിച്ചാൽ വലിയ മാങ്ങാ കഷ്ണങ്ങൾ ലഭിക്കും. മാംഗോസ്റ്റിന്റെ നടുവിൽ വട്ടത്തിൽ മുറിക്കുക. തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഫ്രൂട്ടും ലഭിക്കും. കൈകൾ ഒട്ടും വൃത്തികേടാകില്ല. ഒഴിവ് കിട്ടുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. കൂടുതൽ അറിവുകൾ നേടാൻ പേജ് ഫോളോ ചെയ്തു വെച്ചോളൂ.